ഹായ് ഓൾ, വെൽക്കം ടു ഇൻഡസ് ടോക്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സി പി ടിയിലെ തന്നെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിലെ ഇൻറ്റഗ്യുമെൻ്ററി സിസ്റ്റം എന്ന ഭാഗത്ത് വരുന്ന റിപ്പയർ എന്ന് പറയുന്ന ഒരു സെക്ഷൻ. അപ്പോൾ റിപ്പയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഉദ്ദേശിക്കുന്നത് ക്ലോഷർ ആണ് അല്ലേ. അതായത് ഇപ്പം നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും വൂൺസ് അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും എക്സിഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് റിമൈൻസ് ഓപ്പൺ ആക്കി ഇടാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അതിനെ ക്ലോസ് ചെയ്യണം അല്ലേ, അതായത് ക്ലോഷർ ചെയ്യണം, അഥവാ നമ്മൾ തുന്നിലിടണം എന്നൊക്കെ പറയും അല്ലേ. അപ്പം അതിനെയാണ് ഈ റിപ്പയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൽ എന്താണ് നമ്മൾ ഈ റിപ്പയേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ ഓരോ ബോഡി പാർട്ടിൽ എന്താണ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് റിപ്പയർ ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അനുസരിച്ചിട്ട്, അതിൻ്റെ മെഷർമെൻ്റ് അനുസരിച്ചിട്ട് ഒക്കെ നമ്മൾ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇതിൽ കോഡുകൾ ചൂസ് ചെയ്യുന്നത്. അപ്പം അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. റിപ്പയറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളെ ബോഡിയിൽ പ്രധാനമായിട്ടും 3 ടൈപ്പ് റിപ്പയേഴ്സ് ആണ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പൊ അതിൽ ആദ്യം വരുന്നത് സിമ്പിൾ റിപ്പയർ ആണ്. സിമ്പിൾ റിപ്പയർ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ വേറൊരു പേര് വിളിക്കാം, അഥവാ നമ്മൾ സൂപ്പർഫിഷ്യൽ റിപ്പയർ എന്ന് വിളിക്കാറുണ്ട്. അതായത് തൊലി പുറമേ കൂടി ഇടുന്ന ഒരു ക്ലോഷർ എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് വിളിക്കാൻ സിംഗിൾ ലെയർ, അതായത് ജസ്റ്റ് ഒരു 1 ലെയർ ആയിട്ട് ക്ലോഷർ ഇടുക, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ പറയുന്നതിനെയും നമുക്ക് എന്താണ് ഈ പറയുന്ന സൂപ്പർഫിഷ്യൽ റിപ്പയർ എന്ന ഗണത്തിൽ പെടുത്താവുന്നതാണ്. അടുത്തൊന്നാണ് ഇന്റർമീഡിയറ്റ് റിപ്പയർ എന്ന് പറയുന്നത്. ഇന്റർമീഡിയറ്റ് റിപ്പയർ എന്ന് പറയുമ്പോൾ അതിന് മറ്റു പേരുകളാണ് സബ്ക്യൂട്ടേനിയസ് ക്ലോഷർ അല്ലെങ്കിൽ ലെയേർഡ് ക്ലോഷർ എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ വേറെ ചില സിനാരിയോസിൽ വരുമ്പോൾ, ഇപ്പോൾ നമ്മളെ ബോഡിയിൽ ഏതെങ്കിലും ഭാഗത്തായിട്ട് ഗ്ലാസ് പാർട്ടിക്കിൾസ് എങ്ങാനും എന്താണ് എംബഡ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡീബ്രൈഡ് ചെയ്തെടുത്തിട്ട് അവിടെ ക്ലോഷർ ഇടാന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് ആഴത്തിലുള്ളൊരു മുറിവാണ് അല്ലെ. ഇപ്പൊ കുറച്ച് ആഴത്തിലുള്ളൊരു സ്യൂച്ചറിങ് ആണ് അവിടെ വരുന്നത്. അപ്പൊ അതിനെ നമുക്ക് എന്താണ് സിംഗിൾ ലെയേർഡ് ക്ലോഷർ എന്ന് വിളിക്കാം അല്ലെ. അപ്പൊ ദാറ്റ് ഈസ് അതന്നെ ലെയേർഡ് ക്ലോഷർ എന്നുള്ള മീനിങ്ങും വരുന്നത്. അപ്പൊ സബ്ക്യൂട്ടേനിയസ് സ്യൂച്ചറിങ് ഇതെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ്, നമുക്ക് അതിനെ പെടുത്താവുന്ന കാറ്റഗറി എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നതാണ്. അടുത്തതാണ് കോംപ്ലക്സ് റിപ്പയർ എന്ന് പറയുന്നത്. ഒന്നില്ലെങ്കിൽ വളരെ ആഴത്തിലുള്ള മുറിവുകൾ, അല്ലെങ്കിൽ വളരെ ആഴത്തിൽ എന്തെങ്കിലും കയറി ഇരുന്നിട്ട് അതിനെ റിമൂവ് ചെയ്തൊക്കെ എടുത്തിട്ടാണ് അവിടെ ക്ലോഷർ കൊടുക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോംപ്ലക്സ് റിപ്പയർ, അല്ലെങ്കിൽ ഡീപ്പ് ലെയർ ക്ലോഷർ, മൾട്ടിപ്പിൾ ലെയർ ക്ലോഷർ എന്നൊക്കെ അതിനെ മറ്റു പേരുകളിൽ വിളിക്കാവുന്നതാണ്. ഈ റിപ്പയറിന്റെ സെക്ഷനിൽ നമ്മൾ കോഡുകൾ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണെന്ന് ഇനി നമുക്ക് നോക്കാം. ഫസ്റ്റ് ഗൈഡ് ലൈൻ ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആഡ് ടുഗെദർ ദ ലെങ്ത് ഓഫ് ദോസ് ഇൻ ദ സെയിം ക്ലാസിഫിക്കേഷൻ ആൻഡ് ഫ്രം ദ സൈഡ്സ് അണ്ടർ ദ സെയിം അനാറ്റമിക്കൽ ഗ്രൂപ്പ്സ്. അതായത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ സിമ്പിൾ റിപ്പയറിന്റെ അണ്ടറിൽ വരുന്ന കോഡുകൾ കാണാം. അതായത് ഓരോ സൈറ്റുകൾ തിരിച്ചിട്ട് അല്ലെ എത്ര സെന്റിമീറ്റർ ആണ് എന്നുള്ളതിലാണ് ഒരു മെയിൻ കോഡിനകത്ത് നമുക്ക് അങ്ങനെ കാണാം. പിന്നെ അതിന്റെ താഴേക്ക് വരുന്ന ഇന്റൻഡഡ് സ്റ്റാൻഡ് ലോൺ കോഡ്സിൽ നമുക്ക് കാണാം അത് എത്ര സെന്റിമീറ്റർ അളവിലാണെന്നുള്ളത് കാണാം. അതുപോലെ ഇന്റർമീഡിയറ്റിന്റെ ഭാഗത്തും കോംപ്ലക്സിന്റെ ഭാഗത്തും നമുക്ക് ഇങ്ങനെ ഓരോ സൈറ്റുകൾ തിരിച്ചിട്ടും അളവുകൾ തിരിച്ചിട്ടും കോഡുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ സെയിം ക്ലാസിഫിക്കേഷനിൽ അല്ലെങ്കിൽ സെയിം ലിസ്റ്റിങ്ങിൽ വരുന്ന അനാട്ടമിക്കൽ സൈറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് അപ്പൊ അതിന്റെ ലെങ്ത്തുകൾ എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തമ്മിൽ ആഡ് ചെയ്തിട്ട് അതിന് ഈക്വലന്റ് ആയ കോഡ് നമ്മൾ ചൂസ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിമ്പിൾ റിപ്പയറിന്റെ എന്താണ് അണ്ടറിൽ വരുന്ന എന്താണ് 2 അനാട്ടമിക്കൽ സൈറ്റ്സിലാണ് ഒരാൾക്ക് എന്താണ് സിമ്പിൾ റിപ്പയറിന്റെ അണ്ടറിൽ വരുന്ന ഒരു അനാട്ടമിക്കൽ സൈറ്റ്സിലായിട്ട് റിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 2 മെഷർമെന്റ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ട് ഈക്വലന്റ് ആയ ഒറ്റ വാല്യൂവിനുള്ള കോഡ് നമ്മൾ അവിടെ നിന്ന് ചൂസ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് നമുക്ക് ഡിഫറെന്റ് ലിസ്റ്റിങ്ങിൽ നിന്നാണെങ്കിൽ, അതായത് ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് ആണ് വരുന്നതെങ്കിൽ, 2 എന്താണ് ബോഡി പാർട്ടിലായിട്ട് ഇപ്പോൾ ആൾക്ക് സിമ്പിൾ റിപ്പയർ തന്നെ ചെയ്തു എന്ന് പറഞ്ഞാലും അത് ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസിൽ വരുന്നവരാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ ഫേസ് ആൻഡ് എക്സ്ട്രിമിറ്റീസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഫറെന്റ് ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് അല്ലെ. അപ്പോൾ അവർ തമ്മിൽ നമ്മൾ ഒരിക്കലും ആഡ് ചെയ്യാൻ പാടില്ല. ഫേസിന്റെ വേറെ സിമ്പിൾ റിപ്പയറിന്റെ അണ്ടറിൽ നിന്നും എന്താണ് ഇപ്പോൾ എക്സ്ട്രിമിറ്റീസിന്റെ വേറെ എന്താണ് ആയിട്ട് നമ്മൾ രണ്ടായിട്ട് കൊടുക്കണം. അപ്പൊ ശ്രദ്ധിക്കുക, സെയിം കാറ്റഗറി അല്ലെങ്കിൽ സെയിം ലിസ്റ്റിങ്ങിൽ വരുന്ന അനാട്ടമിക്കൽ സൈറ്റ്സ് തമ്മിൽ നമുക്ക് ആഡ് ചെയ്തിട്ട് ഒറ്റ വാല്യൂവിനനുസരിച്ച് കോഡ് കൊടുത്താൽ മതി. ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിഫറെന്റ് ലിസ്റ്റിങ്ങിൽ നിന്നാണെങ്കിൽ നമ്മൾ 2 ആയിട്ട് തന്നെ കോഡ് കൊടുക്കണം. അടുത്തൊരു ഗൈഡ് ലൈൻ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഒരു സെയിം പേഷ്യന്റിന് തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള റിപ്പയേഴ്സ് ചെയ്യാം അല്ലെ അറ്റ് എ ടൈമിൽ തന്നെ. അതായത് ഇപ്പൊ സിമ്പിൾ റിപ്പയർ വരാം, കോംപ്ലക്സ് റിപ്പയർ വരാം, ഇന്റർമീഡിയറ്റ് റിപ്പയറും വരാം. അപ്പൊ ഇങ്ങനെ 3 വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും 2 വരികയാണെങ്കിൽ ഏത് ആദ്യം കൊടുക്കണം എന്നുള്ളത് സ്വാഭാവികമായിട്ട് നമുക്ക് വരാവുന്ന ഒരു സംശയമാണ്. അപ്പൊ അതിനൊരു ഗൈഡ് ലൈൻ ഉണ്ട്. അതായത് മോസ്റ്റ് കോംപ്ലക്സ് ആയിട്ട് വരെ എന്തായാലും എന്താണ് കോംപ്ലക്സ് റിപ്പയർ ആണ്. അപ്പൊ അതിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പ്രയോറിറ്റി വരുന്നത് ഇന്റർമീഡിയറ്റ് റിപ്പയറിനാണ്. തേർഡ് ആയിട്ട് വേണം നമ്മളപ്പോൾ സിമ്പിൾ റിപ്പയറിനെ ലിസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ഇങ്ങനെ റിപ്പയർ ചെയ്യുമ്പോൾ എന്താണ് സെക്കൻഡറി അല്ലെങ്കിൽ ടെർഷറി ആയിട്ട് വരുന്ന കോഡുകളുടെ കൂട്ടത്തിൽ 59 മോഡിഫയർ അപ്പെൻഡ് ചെയ്ത് കൊടുക്കണം. ബിക്കോസ് അത്
എന്താണ് സെപ്പറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സും ആണ്, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള സൈറ്റുകളും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വ്യത്യസ്തതയെ എടുത്ത് കാണിക്കാനായിട്ട് നമ്മൾ 59 മോഡിഫയർ സെക്കൻഡ് ആൻഡ് തേർഡ് ഒക്കെ വരുന്ന കോഡുകളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ സൈറ്റുകളുടെ കോഡുകൾ ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എന്താണ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. നമ്മൾ സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യനിൽ ഫിസിഷ്യൻ റിപ്പയർ ചെയ്യുന്നത് 4 വൂൺസ് ആണ്. ഓക്കെ, ആൾക്ക് സിമ്പിൾ റിപ്പയർ 10 സെന്റിമീറ്റർ ലെഫ്റ്റ് ആമിലുണ്ട്. ഇന്റർമീഡിയറ്റ് റിപ്പയർ 2 ഭാഗത്തുണ്ട്, ലെഫ്റ്റ് ആമിലും ഉണ്ട് ലെഫ്റ്റ് ലെഗിലുണ്ട്. 12 സെന്റിമീറ്ററും 15 സെന്റിമീറ്ററും ആണ് ഓരോന്നിന്റെ അളവ് എന്ന് പറയുന്നത്. പിന്നെ ഒരു കോംപ്ലക്സ് റിപ്പയർ 9 സെന്റിമീറ്റർ ലെഫ്റ്റ് ലെഗിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കോഡ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഗൈഡ് ലൈൻ അനുസരിച്ചിട്ട് കോംപ്ലക്സ് റിപ്പയറിനെയാണ് ഫസ്റ്റ് ലിസ്റ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അതിന്റെ കോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലെഗിൽ 9 സെന്റിമീറ്റർ കോംപ്ലക്സ് റിപ്പയറിന്റെ കോഡ് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ 13121,13122 അല്ലെ. അപ്പോഴാണ് അവിടെ നമുക്ക് 9 സെന്റിമീറ്റർ എന്ന് പറയുന്ന ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ലെങ്ത്തിന് ഈക്വലന്റ് ആയ കോഡായിട്ട് മാറുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് സെക്കൻഡ് പ്രയോറിറ്റി ഏതിനാ കൊടുക്കേണ്ടത്? ഇന്റർമീഡിയറ്റ് റിപ്പയറിനാണ്. ഇവിടെ നമുക്കറിയാം ആമും ലെഗും ആണ്, ലെഫ്റ്റ് ആമും ലെഫ്റ്റ് ലെഗും ആണ്. ഇത് രണ്ടും നമുക്ക് എക്സ്ട്രിമിറ്റീസിൽ പെടുത്തിയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിന്റെ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഈക്വലന്റ് ആയ കോഡ് നമുക്ക് എടുത്താൽ മതി അല്ലെ. അതായത് 27 സെന്റിമീറ്റർ 12 + 15 27 സെന്റിമീറ്റർ ഇന്റർമീഡിയറ്റ് റിപ്പയർ എക്സ്ട്രിമിറ്റീസ് വരുന്ന രീതിയിൽ നമ്മൾ കോഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 12036 എന്ന് പറയുന്ന കോഡ് വിത്ത് 59 മോഡിഫയർ അപ്പൻഡ് ചെയ്യണം. കാരണം സെക്കൻഡറി ആയിട്ട് വരുന്ന ഓപ്ഷൻ ഇതാണല്ലോ, അത് റിപ്പയർ ആണല്ലോ. ദെൻ അത് കഴിഞ്ഞിട്ട് 10 സെന്റിമീറ്റർ ലെഫ്റ്റ് ആമിൽ സിമ്പിൾ റിപ്പയറിന്റെ കോഡ് കൊടുക്കുക. അത് സിമ്പിൾ റിപ്പയറിന്റെ അണ്ടറിൽ ഇതുപോലെ തന്നെ എക്സ്ട്രിമിറ്റീസിന്റെ അണ്ടറിൽ പോയിട്ട് 10 സെന്റിമീറ്റർ നോക്കിയിട്ട് 10 സെന്റിമീറ്ററിന് ഈക്വലന്റ് ആയി കോഡ് നോക്കിയാൽ 12004 ആണ് നമുക്ക് കിട്ടുന്നത്. അതും വിത്ത് 59 മോഡിഫയർ അപ്പൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് വരാവുന്ന മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എക്സിഷൻ പ്ലസ് റിപ്പയർ വരുന്ന ടൈപ്പാണ്. അപ്പോൾ അവിടെ നമുക്കൊരു ഗൈഡ് ലൈൻ അറിയാം. എക്സിഷൻ പ്ലസ് സിമ്പിൾ റിപ്പയർ ആണെങ്കിൽ നമ്മൾ കോഡ് ഓൺലി എക്സിഷൻ എന്ന് പറയുന്ന ഒരു ഗൈഡ് ലൈൻ നമ്മൾ ഓൾറെഡി പഠിക്കുന്നുണ്ട്. എക്സിഷന്റെ കൂടെ ഇന്റർമീഡിയറ്റോ അല്ലെങ്കിൽ കോംപ്ലക്സ് റിപ്പയറോ ആണെങ്കിൽ നമ്മൾ ആദ്യം എക്സിഷന്റെ കൂടെ റിപ്പോർട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ സെയിം സൈറ്റിൽ തന്നെയാണല്ലോ ഇന്റർമീഡിയറ്റോ കോംപ്ലക്സോ ആണെങ്കിൽ അതിന് ഈക്വലന്റ് ആയ കോഡും എന്താണ് ആ ഒരു അനാറ്റമിക്കൽ സൈറ്റിന്റെയും ആ പറയുന്ന ലെങ്ത്തിന്റെ അടിസ്ഥാനത്തിൽ എടുത്തിട്ട് ദെൻ 51 മോഡിഫയർ ആണ് അപ്പൻഡ് ചെയ്ത് കൊടുക്കേണ്ടത്. കാരണം എന്താണ്, ഈ എക്സിഷൻ ചെയ്യുന്ന അതേ സൈറ്റിൽ തന്നെയാണ് അവിടെ ക്ലോഷർ റൂട്ട് കൊടുക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് സെക്കൻഡറി ആയിട്ട് കൊടുക്കുന്ന റിപ്പയർ കോഡിന്റെ കൂടെ 51 മോഡിഫയർ അപ്പൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത് കാണിക്കാൻ പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് സ്ക്വാമസ് സെൽ കാർസിനോമയാണ് പേഷ്യന്റിന്റെ ലെഫ്റ്റ് ആമിൽ ഉള്ളത്. സോ നമുക്ക് ആം എന്ന് പറയുമ്പോൾ അത് എക്സ്ട്രിമിറ്റി ആയിട്ട് എടുക്കാം. സ്ക്വാമസ് സെൽ കാർസിനോമ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എ മാലിഗ്നന്റ് നേച്ചറിലുള്ള ലീഷോൺ ആണ് അല്ലെ. അപ്പൊ നമുക്ക് എക്സിഷന്റെ കോഡ് ഫസ്റ്റ് തന്നെ ചൂസ് ചെയ്യാലോ. മാലിഗ്നന്റിൽ പോയിട്ട് നമുക്ക് ലെഫ്റ്റ് ആമിൽ പോവാം. അതിന്റെ മെഷർമെന്റ് എങ്ങനെയാണ് നോക്കേണ്ടത്? 2 സെന്റിമീറ്റർ ആണ് ആ സ്ക്വാമസ് സെല്ലിന്റെ അളവ്. പക്ഷേ അതിന് മാർജിൻ 0.5 സെന്റിമീറ്റർ വെച്ചിട്ട് എടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് നമുക്ക് ഇപ്പൊ എന്താണ് 0.5 മുകളിലേക്ക് 0.5 താഴേക്ക് കിട്ടുക 3 സെന്റിമീറ്റർ ആണ് കിട്ടുക അല്ലെ. അപ്പൊ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള സ്ക്വാമസ് സെല്ലിന്റെ അണ്ടറിൽ അഥവാ നമുക്ക് മാലിഗ്നന്റിന്റെ അണ്ടറിൽ എക്സ്ട്രിമിറ്റിയുടെ അണ്ടറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 11603 എന്ന് പറയുന്ന കോഡ് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്ലോഷർ എന്ന് പറയുന്നത് ലെയേർഡ് ക്ലോഷർ അഥവാ ഇന്റർമീഡിയറ്റ് ക്ലോഷർ ആണ്. 4 സെന്റിമീറ്റർ ആണ് ആകെ ലെയേർഡ് ക്ലോഷർ ഇതിനെ റിപ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ 4 സെന്റിമീറ്റർ അളവിൽ നമ്മൾ ഇന്റർമീഡിയറ്റ് ക്ലോഷറിന്റെ അണ്ടറിൽ പോയിട്ട് ലെഫ്റ്റ് ആം അഥവാ നമുക്ക് എക്സ്ട്രിമിറ്റിയുടെ അണ്ടറിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന കോഡ് എന്ന് പറഞ്ഞാൽ 12032 ആണ്. അപ്പോൾ ഈ രണ്ട് കോഡുകൾ നമ്മൾ എഴുതുക. ഈ രണ്ടാമത്തെ കോഡായ 12032ന്റെ കൂട്ടത്തിൽ നമ്മൾ 51 മോഡിഫയർ അപ്പൻഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് ഇതിന് കംപ്ലീറ്റ് ആൻസർ വരുന്നത്. സോ ഈ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ എന്താണ് CPTയിലെ തന്നെ പ്രധാനപ്പെട്ട ചാപ്റ്റർ ആയിട്ടുള്ള ഇൻറ്റിഗ്യുമെൻ്ററി സിസ്റ്റത്തിലെ ഒരു എന്താണ് സത്യം പറഞ്ഞ ഒരു കാൽക്കുലേഷനൊക്കെ വരുന്നൊരു ടൈപ്പ്, കുട്ടികൾക്ക് എപ്പോഴും ഡൗട്ട് വരുന്നൊരു ടൈപ്പ് ഓഫ് എന്താണ് ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഒരു ഭാഗമാണ് ഈ പറയുന്ന റിപ്പയറിന്റെ ഭാഗം എന്ന് പറയുന്നത്. സോ അതിലെ ഗൈഡ് ലൈൻസ് ഈസി ആയിട്ട് അതിലെ ഗൈഡ് ലൈൻസ് അതായത് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഗൈഡ് ലൈൻസും അതുപോലെ തന്നെ പ്രോബ്ലംസ് എങ്ങനെയാണ് എളുപ്പത്തിൽ സോൾവ് ചെയ്യാന്നുള്ളതാണ് ഞാനിവിടെ കാണിച്ചത്. ഇതിന്റെ കൂടുതൽ വ്യത്യസ്തതയുള്ള പ്രോബ്ലംസുമായിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ. സബ്സ്ക്രൈബ് അവർ ചാനൽ ഫോർ മോർ വീഡിയോസ്.